بسم الله الرحمن الرحيم إلى حضرة سيدنا مصطفى محمد صلى الله عليه وسلم سيدنا ابن عطاء الله السكندري رضي الله عنه الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي آمين. മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു ഹിക്മത്ത് 27-27ാമത്തേതാണ് കഴിഞ്ഞത്. ഇനി 28ാമത്തെ ഹിക്മത്ത് മസ്തൂദിഅ ഫീ ഗൈബിസ് ശറാഇരി ലഗറ ഫീ ഷഹാദത്തിൽ ദവാഹിർ. രഹസ്യ സങ്കേതങ്ങളിൽ ഒളിപ്പിച്ചു വച്ചതിൽ സൂക്ഷിക്കപ്പെട്ട ഒന്ന് അത് വെളിവാകും. എവിടെ? ഫി ഷഹാദത്തിൽ ദവാഹിർ, പരസ്യമായ നിലയിൽ വെളിവാകും. വെളിവാകണേ കുറച്ച് പാടുവിടണമെന്നേ ഉള്ളൂ. കഴിഞ്ഞാ കൽബുകളിൽ മറക്കപ്പെട്ട ഒന്ന് അത് പരസ്യമാവും. മനുഷ്യന്മാരുടെ മുഖത്തിൽ കൂടി നോക്കിയാൽ അങ്ങനല്ലേ? സന്തോഷമുഖം കാണുമ്പോൾ അറിയാം അവന്റെ കൽബിലൊക്കെ വല്ലാതെ സന്തോഷമാണ്. സന്താപമുഖം കാണുമ്പോൾ അറിയാം എന്തോ ഒരു വിഷമം സംഭവിച്ചിട്ടുണ്ട് എന്ന്. ലൗ ഖശബ ഖൽബു ഹാദാ ഖശഅത് ജവാരിഹുഹു എന്ന് പറയും. അതാണ് ഉള്ളു കൊണ്ട് പുറം കൊണ്ട് ഉള്ളു മനസ്സിലാക്കാൻ പറ്റും. അതാ മസ്തൂദിഅ, ഒന്ന് അതിനെ സൂക്ഷിക്കപ്പെട്ടു. എവിടെ? ഫീ ഗൈബിസ് ശറാഇരി, രഹസ്യ സങ്കേതങ്ങളിൽ എന്നൊക്കെ ഒരു പിന്നെ എന്തുവാ രഹസ്യ സങ്കേതം എന്നൊക്കെ ഒരു മലയാള ഭാഷ പറയാവുന്നല്ലാതെ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം സറായിറും വൈബൊക്കെ അദൃശ്യമായ കാര്യങ്ങളിൽ ഒളിപ്പിക്കപ്പെട്ടത് ലഹറ വെളിവാകുന്നതാണ്. എവിടെ? ഫി ഷഹാദത്തിൽ ലവാഹിരി, ലാഹിറിന്റെ സാക്ഷികളിലായ നിലയിൽ പ്രത്യക്ഷമായിക്കൊണ്ട് വെളിവാകുന്നതാണ്. മനസ്സിലായോ? ചില വിഷയങ്ങൾ, ചില അടയാളങ്ങളെ വിശദീകരിക്കലാണ്. ആ അടയാളങ്ങൾ കൊണ്ട് മനസ്സിലാക്കപ്പെടാൻ പറ്റും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് സുലൂക്ക് ചെയ്ത മുരീദന്മാരുടെ അവസ്ഥകൾ. ആ മുരീദന്മാരുടെ ഉള്ളുകൾ എത്രത്തോളം അള്ളാഹുവിന്റെ ദിക്റുകൾ കൊണ്ടും അവന്റേതായ അമാലുകൾ കൊണ്ടും എത്ര പരിപാലിക്കപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ലിഅന്നൽ ലാഹിറ മിർആത്തുൽ ബാത്തിൻ, ഈ പുറമെ എന്ന് കാണുന്നത് ഉള്ളിന്റെ കണ്ണാടിയാണ്. ഉള്ളിന്റെ കണ്ണാടിയാകുമ്പോൾ പുറം നോക്കിയാൽ അകം മനസ്സിലാക്കാൻ പറ്റും. അൽ-അസിറത്തു തദല്ലു അല ശരീറ എന്നൊക്കെ പറയുന്നു. വമാ ഖാമറൽ ഖുലൂബ്, കൽബുകൾ മറച്ചു വെച്ച ഒന്ന്, ഫഅലൽ വുജൂഹി, മുഖങ്ങളുടെ മേൽ, യലൂഹു അസറുഹു എന്ന്. ഫമസ്തൗദഅഹ അല്ലാഹുൽ ഖുലൂബ വൽ അസ്റാറ മിനൽ മആരിഫി വൽ അൻവാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഅരിഫത്തുകളാലും അവന്റെ രഹസ്യങ്ങളാലും മനുഷ്യന്മാരുടെ കൽബിലായ നിലയിൽ അള്ളാഹു സൂക്ഷിച്ചു വെച്ച ഒന്ന്, പ്രകാശങ്ങളാലും എല്ലാം ലാ ബുദ്ദ വഅൻ തദ്ഹറ ആസാറു ദാലിക, അതിന്റെ അടയാളങ്ങൾ വെളിവാകുന്നതിനെ തൊട്ട് കൂടാണ്ട് കഴിയുകയില്ല. അലൽ ജവാരിഹ്, അവന്റെ അവയവങ്ങളുടെ മേൽ വെളിവാകും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത് ഇത്തഖി ഫിറാസത്തുൽ മുഅ്മിൻ. റസൂൽ പറഞ്ഞില്ലേ, മുഖം കാണുമ്പോൾ അറിയാം, മുഖം കാണുമ്പോൾ അറിയാം. അത് രണ്ട് രീതിയിൽ അറിയും. മുഖം കറുത്തിരുന്നാൽ ഉള്ളു വെളുപ്പാണെങ്കിൽ അങ്ങനെ പറയാം. മുഖം അതല്ലേ പെണ്ണാണ് മുഖത്ത് നോക്കാൻ പറയും, കൈ നോക്കാൻ പറയും. മുഖം കാണുമ്പോൾ അറിയാം. അത് മറ്റതാണ്, അത് ഹുസ്നാണ്, ലാഹിരിയ ഹുസ്നൊക്കെയാണ് ആ പ്രശ്നം. തിരിഞ്ഞോ? അപ്പം ഫയസ്തദുല്ലു ബിശാഹിദിൽ അബദി,
ഒരു അബദിന്റെ നടപ്പിരിപ്പുകളും പോക്കുവരവുകളും അവന്റേതായ പ്രവർത്തന മേഖലകളും അവൻ ആരോടുകൂടിയാണ് അവന്റെ പ്രവർത്തനങ്ങളൊക്കെ എന്നത് മനസ്സിലാക്കപ്പെടാൻ പറ്റും. അല്ല വായിബി അവന്റെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നല്ലത് കാര്യം നല്ലത് മനസ്സിലായില്ല, തിരിഞ്ഞില്ല. മൻ അറാദ സുഹബത്തഹു വൽ വസലത ബിഹി വമാ അശ്ബഹ ഹാദാ മിനൽ അഗ്റാദ് വൽ മഖാസിദ്. മഹാനായ അബൂ ഹഫ്സ് തങ്ങൾ, ഇറാഖിലുള്ള അബൂ ഹഫ്സ് തങ്ങൾ ജുനൈദി തങ്ങളുടെ അടുക്കൽ വന്നു. അപ്പൊ അബൂ ഹഫ്സ് തങ്ങളുടെ ശിഷ്യന്മാരെല്ലാം ജുനൈദി റളിയല്ലാഹു അൻഹുവിന്റെ സയ്യിദ് ത്വായിഫ, ജുനൈദി റളിയല്ലാഹു അൻഹുവിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ വളരെ തവാദുവോടുകൂടി ജുനൈദി റളിയല്ലാഹു അൻഹു എന്ത് പറയുന്നതൊക്കെ അനുസരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഒരു വിധേനയും ഒരു തെറ്റും കാണുന്നില്ല. അപ്പൊ അബൂ ഹഫ്സ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്താ അദ്ദബത്ത അസ്ഹാബക്ക അദബൽ മുലൂക്ക്, ഇത് രാജാക്കന്മാർ അതവ് പഠിപ്പിക്കുന്നത് പോലെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് അത് അദബ്, അത് ഉള്ളിലുള്ളത് പുറത്ത് കണ്ടതാ ഹബീബേന്ന്. ലാ ലാ യാ അബുൽ ഖാസിം, അബൂ ഹഫ്സിന്റെ പേരാണ്. അബുൽ ഖാസിം വലാകിൻ ഹുസ്നുൽ അദബി ഫിൽ ലാഹിരി, ലാഹിറിൽ കാണുന്ന ഈ മെച്ചമായ മര്യാദകൾ ഇൻവാനു അദബിൽ ബാത്തിൻ വേണ്ട. പിന്നെ നമ്മൾ തന്നെ ഇതിനേക്കാളും അഫ്ളലായത് തന്നെയാണ് സ്വന്തം നഫ്സിനെ പറ്റി അറിയുക. വഅഖദു മിൻ ദാലിക അൻ യഅരിഫൽ മുരീദു നഫ്സഹു, അവന്റെ നഫ്സിനെ അവൻ അറിയണം. വയകൂനു മിൻ അംരിക അലാ ബസീറത്തിൻ, ആ നഫ്സിന്റെ കൽപ്പനകളിൽ അവൻ വളരെ ശുഷ്കാന്തിയും വളരെ 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 അങ്ങേയറ്റം സശ്രദ്ധനായിക്കൊണ്ടിരിക്കണം. നഫ്സുകൾ പലതും തോന്നിപ്പിക്കും, അതനുസരിച്ചുകൊണ്ട് ചതിയിൽ വിട്ടുപോകരുത്. എന്റെ ഉള്ളൊക്കെ നല്ലതാണ്, നഫ്സുകളെ തോന്നിപ്പിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫമൻ ഇദ്ദഅ ബിഖൽബിഹി മഅരിഫത്തല്ലാഹി തആല വ മഹബ്ബതഹു, ഒരാൾ വാദിക്കുകയാണ് ഞാൻ അള്ളാഹുവിനെ സംബന്ധിച്ചുകൊണ്ട് അറിഞ്ഞ് എനിക്ക് ഭയങ്കര സ്നേഹമാണെന്ന്, പക്ഷേ അവന്റെ പ്രത്യക്ഷത്തിൽ അതൊന്നും കാണുന്നില്ല എങ്കിൽ അത് വെറുതെ പറച്ചിലേ ഉള്ളൂ. വലം തദ്ഹർ അലാ ലവാരിഹി തമറാത്തു ദാലിക വആസാറുഹു മിനൽ ലഹ്ജി ബിദിക്രി വൽ മുസാറഅത്തി ലിത്തിബാഇ അംരിഹി വൽ ഇഖ്തിബാത്തി ബിവുജൂദിഹി. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിലും കള്ളനാണെന്ന് മനസ്സിലാക്കാം. അതൊക്കെയാണ് മഹാനവറുകൾ പറഞ്ഞു. അവിടെ വിശദീകരിക്കാൻ ഒരുപാടുണ്ട്. ശരിയാ? ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി തന്നെയാണ്. മസ്തവദഅ അല്ലാഹു സുബ്ഹാനഹു ഫിൽ ഖുലൂബി വജഅലഹു ഫിഹാ മിൻ ഖൈരിൻ വ ശർരിൻ, ഖൽബിൽ എന്താണോ ഉള്ളത്, ഖൈറായാലും ശർറായാലും നൂറായാലും ദുൽമത്തായാലും ഇൽമായാലും ജഹലായാലും റഹ്മത്തായാലും ഖസ്വത്തായാലും ബുഖലായാലും പിശുക്കുത്തരമായാലും ആദരവായാലും ബഹുമാനമായാലും കൽബിൽ കുടുസായാലും കൽബ് കുടുസല്ല വിശാലമായാലും കൽബ് ഉണർച്ചയിലായാലും കൽബ് അശ്രദ്ധയായാലും കൽബ് മഅരിഫയിലായാലും കൽബ് നഖറയിലായാലും എങ്ങനെയൊക്കെ കൽബിനെല്ലാം ഏതെല്ലാം വിശേഷണങ്ങളുണ്ടോ അതെല്ലാം പുറത്ത് കാണുമെന്നതിന്റെ അർത്ഥം. മദ്മൂമായതും മഹ്മൂദായതുമായ ഏത് സ്വഭാവങ്ങളുണ്ടായാലും തഅരിഫുഹും ബിസീമാഹും സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസറിസ് സുജൂദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, തഅരിഫുഹും തങ്ങൾക്ക് അവരെ കാണാൻ കഴിയും, അറിയാൻ കഴിയും, ബിസീമാഹും അവരുടെ ചില അടയാളങ്ങളെ കൊണ്ട്. അപ്പൊ ഏത് സ്വഭാവമായാലും അത് കൽബിൽ ഇങ്ങോട്ട് വെളിവാകും, കൽബിൽ നിന്നും പുറത്തു വരും. ലാബുദ്ദ യൽഹർ ആസാറു ദാലിക അലൽ ജവാരിഹ് മിൻ അദബിൻ വ തഹദീബിൻ വ സുകൂരിൻ വ തുമൈനീനത്തിൻ വ റസാനത്തിൻ വ ബദലിൻ വ അഫവിൻ, എല്ലാം വെളിവാകും. സീമാഹും ഫീ വുജൂഹിഹിം റസൂലുള്ളാഹി പറഞ്ഞു, അല്ല ആയത്ത് പറഞ്ഞു ഖുർആൻ ശരീഫിൽ, മൻ സർറ ശരീറത്തൻ
കസാഹുല്ലാഹു റിദാഹാ, ശരീരത്താൽ അവൻ സന്തോഷിച്ചവനായി. നമ്മളെല്ലാവരും പകൽമാന്യന്മാരാണ്, മനസ്സിലായില്ലേ? അള്ളാഹു എന്നെ ധരിപ്പിക്കുന്നതാണ് അതിന്റെ തട്ടത്തിനെ. അപ്പൊ നമ്മുടെ ഖൽബിന്റെ പ്രവർത്തനം, നമ്മുടെ ഖൽബിന്റെ അവസ്ഥയോട് താബിയായിരിക്കും നമ്മളുടെ പുറമെയുള്ള അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ. ഫഅഫ്ആലുൽ ജവാരിഹി താബിയത്തുൽ ലിഅഹ്വാലിൽ ഖുലൂബ് ഫമൻ ഊദിയ ഫീ സിദ്ദി ഗൈബിഹി മഅരിഫത മൗലാഹു ലം യത്ലുബ് മൻ സിവാ. അവന്റെ ഖൽബിൽ അല്ലാഹ് എന്ന് മാത്രമാണെങ്കിൽ മറ്റൊന്നിനില്ല, തേടാൻ പോവുകയില്ല. വൽ കലാമു സിഫത്തുൽ മുതക്കല്ലിം, സംസാരം എന്നുള്ളത് സംസാരിക്കുന്നവന്റെ വിശേഷണമാണ്. വമാ ഫീക ലഹറ അലാ ഫീക, മനസ്സിലായില്ലേ? വകുല്ലു ഇനായിൻ ബില്ലദീ ഫീഹി യർശഹ്, ഏതൊരു പാത്രവും അതിലുള്ള ഒന്നിനെയാണ് എന്ത് ചെയ്യുന്നത്? തെറിപ്പിക്കുന്നത്. മനസ്സിലായില്ല? വമാ ഖാമറ അൽ ഖുലൂബു ഫഅലൽ വുജൂഹി അസറുഹു, ഖൽബ് മറച്ചു വച്ചിരിക്കുന്ന ഒന്ന് അത് പുറത്ത് വെളിവാകുന്നതാണ്. മനസ്സിലായില്ല? ശത്താനി ബൈന മൻ യസ്തദില്ലു ബിഹി ഔ യസ്തദില്ലു അലൈഹി, ശത്താനാ സർആനാ